ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ലേസ് വെച്ചിട്ടൊരു വീനക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 10.5 ഇഞ്ച് ലെങ്ത്തിലും 11 ഇഞ്ച് വിഡ്ത്തിലും ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി വെക്കണം. അപ്പം നമ്മൾ ക്യാൻവാസ് ഇവിടെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അളവുകൾ. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുത്തേക്കുന്നത് 4.5 കേട്ടോ. 1 ഇഞ്ച് നമുക്ക് ലേസ് വരും. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. 10 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് അകത്തി 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം 10 ഇഞ്ച്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ കൂടി 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടി ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തേച്ചെടുക്കണം. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ബാക്കി നിൽക്കുന്ന തുണി ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെയിൻ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ് മെയിൻ ക്ലോത്ത് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് സെൻറ്റർ നോക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ക്യാൻവാസ് കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ നോക്കി, രണ്ടിൻ്റെ സെൻറ്റർ നോക്കി നമുക്കിത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ കോർണറിൽ സ്റ്റിച്ച് തട്ടാണ്ട് കട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ച് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ഉള്ളിലായിട്ട് ലേസ് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ 2 ലേസ് നേരെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളുവശം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ. ഇത് ഓരോ ഫ്രില്ലെടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിതായത് ഇവിടെ പോലെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ആ നെക്കിൻ്റെ ഷേപ്പിനൊന്നത് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാവും കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഞാൻ ലൈനിങ്ങും വെച്ചടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിൻ്റെ ഉള്ളിൽ കൂടി വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.